Hello friends, welcome back to my channel. In this video, I will share a chocolate ice cream recipe. This chocolate ice cream is ingredients in the but it's tasty ice cream. We will ice cream tasty ice cream. Now, ingredients our ice cream main ingredient is Godam Podiana. Pinna Yanivade or Nala marigold biscuit edited. Then you wear a biscuit you use him. Other Nala will mix it a jar, let's to Podichedicana. Our Podichet to the Muda, Yanamada Godam Bodi lake, chair to the Tunda. Godam Bodi edican the chale for Ara liter palna, Mukal cup, Godam Bodi at Avshul. Pinna Yanivade 1 teaspoon cocoa powder, chair to the 1 teaspoon cocoa powder മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. പിന്നെ നമുക്ക് ഇനി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. പിന്നെ ഞാൻ ഇവിടെ ഒരു 1/2 ലിറ്റർ പാൽ എടുത്തിട്ടുണ്ട്. ഈ പാലിലേക്ക് നമുക്ക് കുറച്ചായിട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മിക്സ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. കുറേശ്ശെ ചേർത്ത് കൊടുക്കണം. കട്ട പിടിക്കാതെ നമ്മൾ നല്ലപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഞാൻ ഇവിടെ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറിയ കട്ടകളൊക്കെ നമ്മൾ ആദ്യം ഇടുമ്പോൾ ഉണ്ടാവും. അതൊക്കെ നല്ലപോലെ മിക്സ് ചെയ്ത് എടുക്കണം. അപ്പം ഇതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് സ്റ്റൗവിൽ വെച്ചിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു മിക്സ് ഒരു തിക്ക് കൺസിസ്റ്റൻസി ആയിട്ട് വരും. പിന്നെ തിളപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൈ എടുക്കാതെ നല്ലപോലെ ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തില്ലെങ്കിൽ അടിക്ക് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നല്ലപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇപ്പം അത്യാവശ്യം ഒന്ന് തിക്ക് കൺസിസ്റ്റൻസി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണം. പഞ്ചസാര നമ്മുടെ മധുരത്തിനനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒരളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി. ഇതിലേക്ക് ഗോതമ്പിൻ്റെ വലിയൊരു ടേസ്റ്റ് അറിയാതിരിക്കാൻ വേണ്ടി ഞാൻ കുറച്ചൊരു വാനില എസെൻസും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഒരു തുള്ളി വാനില എസെൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരം നിങ്ങൾക്ക് ഏലക്കയുടെ പൊടി ഉണ്ടെങ്കിൽ അത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇത് ഓപ്ഷണലാണ് വാനില എസെൻസ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പം നമ്മുടെ ഐസ്ക്രീം മിക്സ് പരുവമായിട്ടുണ്ട്. ഇതുപോലൊരു കൺസിസ്റ്റൻസി ആകുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് എടുക്കാം. അപ്പോൾ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്ത ശേഷം ഐസ്ക്രീം മിക്സ് വേറൊരു പാത്രത്തിലേക്ക് ചൂടാറാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഐസ്ക്രീം മിക്സിൻ്റെ ചൂടൊക്കെ ആറിയിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് അത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം. നമുക്ക് മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. എന്തിനാണെന്ന് വെച്ചാൽ ഈ കട്ടയായിട്ടുള്ളതൊക്കെ നല്ലപോലെ ഒന്ന് സ്മൂത്തായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് മിക്സിയുടെ ജാറിൽ അടിച്ചെടുക്കുന്നത്. പിന്നെ ഞാനിവിടെ ഒരു ഐസ്ക്രീം ടിൻ എടുത്തിട്ടുണ്ട്. എല്ലാവരുടെയും വീട്ടിലുണ്ടാവില്ല ഇതൊരു ഐസ്ക്രീം ടിൻ എടുക്കാൻ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ടിന്ന് എടുത്താലും മതി. അപ്പം അതിലേക്ക് നമ്മൾ മിക്സിയിൽ അടിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു മിക്സ് ഐസ്ക്രീം മിക്സ് ഈ ഒരു ടിന്നിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഐസ്ക്രീം മിക്സ് നമുക്ക് ഫ്രീസറിൽ ഒരു 8 മണിക്കൂർ വെക്കണം. 8 മണിക്കൂർ വെച്ച ശേഷം എടുക്കാം. ഫ്രീസറിൽ തന്നെ വെക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഒരു 8 മണിക്കൂർ കഴിഞ്ഞ ശേഷം ഞാൻ നമ്മുടെ ഐസ്ക്രീം പുറത്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നല്ല ഐസായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു പരുവത്തിൽ കൊടുത്താൽ മക്കൾക്ക് കഴിക്കാനായിട്ട് കുറച്ച് പാടായിരിക്കും. അതുകൊണ്ട് ഞാൻ കുറച്ചൊന്ന് മെൽറ്റായ ശേഷമാണ് ഞാൻ എടുത്തത്. ഇപ്പോൾ നല്ല ഫ്ലഫി ആയിട്ട് നമുക്ക് കിട്ടും. കുറച്ചൊന്ന് മെൽറ്റാക്കി എടുത്താൽ ഇപ്പോൾ ഇങ്ങനെ കഴിക്കാനായിരിക്കും കുറച്ചുകൂടെ ടേസ്റ്റ്. അപ്പം നല്ല ഫ്ലഫി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഐസ്ക്രീം നമുക്ക് കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് വീട്ടിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഐസ്ക്രീം എൻ്റെ മക്കൾക്ക് കൊടുത്തു. അപ്പോൾ അവർ വളരെ ഇഷ്ടത്തോടെ അത് കഴിക്കുന്നുണ്ട്. എല്ലാവർക്കും 2 പേർക്കും ഇഷ്ടമായി. 2 പേരും നന്നായിട്ട് ഐസ്ക്രീം എന്തായാലും കഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടാറ്റ.